എൻ്റെ പ്രണയം ഭാഗം 14. അവളുടെ ആ പാട്ടിൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൻ നിന്നു. പാട്ടുപാടിക്കഴിഞ്ഞതും അവൾ അവൻ്റെ കാൽപാദങ്ങളിൽ ചവിട്ടി ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. പെട്ടെന്നാണ് നിരഞ്ജ എന്നുള്ള വിളി കേട്ടത്. അവൾ ഒരു ഞെട്ടലോടെ പിടഞ്ഞു മാറാൻ നോക്കിയതും അവൻ വിടാതെ അവളെ മുറുകെ പിടിച്ചു. എങ്ങോട്ടാ ഈ പിടഞ്ഞു പോകുന്നത്? അവിടെ അവിടെ വിളിക്കുന്നുണ്ടല്ലോ, അവൾ ചെറിയൊരു വെപ്രാളത്തോടെ പറഞ്ഞു. അതിനെന്താ? അവൻ ചോദിച്ചു. ഇങ്ങോട്ട് കയറി വന്നാ ഒന്നും ഉണ്ടാകില്ല. ഞാൻ നിന്നോട് പറഞ്ഞു, 5 വർഷത്തെ എൻ്റെ ഈ പ്രണയം ഈ നെഞ്ചിൽ ഞാൻ അടക്കി പിടിച്ചതാണ്. അതിനെ തുറന്നു വിട്ടത് നീയാണ്. സഹിച്ചേ പറ്റൂ എന്നെ. ഇനി പിടിച്ചാൽ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ കിട്ടില്ല. എൻ്റെ നിയന്ത്രണ രേഖ പൊട്ടിച്ചെറിഞ്ഞത് നീയാണ്, അവൻ പറഞ്ഞു. ഇതിലും നല്ലത് പറയാതിരിക്കുന്നത് തന്നെയായിരുന്നു. ആ കലിപ്പു സ്വഭാവം മാത്രം ഞാൻ കണ്ടാൽ മതിയായിരുന്നല്ലോ, അവൾ പറഞ്ഞു. എൻ്റെ കലിപ്പു സ്വഭാവം മാത്രമല്ല, എൻ്റെ പ്രണയവും എൻ്റെ സ്നേഹവും എല്ലാം ഇനി കാണാനിരിക്കാൻ പോകുന്നതേയുള്ളൂ, അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഇപ്പോൾ പോകാൻ നോക്ക്, ഞാൻ പതിയെ വന്നോളാം, അവൾ പറഞ്ഞു. പോണോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പോയേ എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കാക്കി. അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ കുറച്ചു നേരം വാതിലടച്ച് അവിടെ നിന്നു. അവൻ്റെ മുറി. ഒരു പേടിയോടെ പലപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ ആ മുറിയിൽ ഇപ്പോൾ അവരുടെ പ്രണയത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയതെന്നോർത്തപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളും താൻ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ നിറയെ സന്തോഷമായി തന്നിലേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നി. ആ സന്തോഷം എന്നും ഞങ്ങളിൽ നിലനിർത്തണമെന്ന് അവൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ അവൾ വാതിൽ തുറന്ന് പതിയെ പടികൾ ഇറങ്ങി താഴെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരെയും കാണാതായപ്പോൾ മനസ്സിലായി നിരഞ്ജൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോയെന്ന്. അവൾ താഴേക്ക് ചെല്ലുമ്പോൾ, നീ ഇതെവിടെയായിരുന്നോ? അവളെ നോക്കിക്കൊണ്ട് വാണി വരികയായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയതാ, അവൾ പറഞ്ഞു. ദേ റോഷൻ ചേട്ടൻ്റെ വീട്ടുകാർ പോകാൻ പോകുന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു കാറിലേക്ക് കയറാൻ നിൽക്കുന്ന റോബിനെയും രോഹനെയും, പിന്നെ റോഷൻ ചേട്ടൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും. റോഷൻ ചേട്ടൻ ഇനി ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. നന്ദ ചേച്ചി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ചേച്ചിക്ക് റോഷൻ ചേട്ടൻ ഇല്ലാതെ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും റോഷൻ ചേട്ടനോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അവർ പോയത്. അവർ പോയതിൻ്റെ പുറകിൽ തന്നെ പൂജയും അവളുടെ വീട്ടുകാരും പോയി. പൂജ പോകുമ്പോഴെല്ലാം നിരഞ്ജനെ നോക്കുന്നുണ്ടായിരുന്നു. റോഷൻ ചേട്ടൻ്റെ വീട്ടുകാർ പോയതും ആ സമയം തന്നെ ഇവർ പോകുകയാണ് എന്ന് പറയുന്നത് കേട്ടതും നിരഞ്ജൻ വേഗം ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു. പിന്നീട് അവിടെ അവർ മാത്രമായി. അവരെല്ലാവരും അവരുടേതായ സംസാരങ്ങളിലും കളിയിലും. നന്ദ ചേച്ചിയും റോഷനും അവരുടെ ഒപ്പം എല്ലാത്തിനും കൂടി. അവരുടെ കൂടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കൂടിയായപ്പോൾ ആ സായാഹ്നം അവർ ആസ്വദിച്ചു. അതിനിടയിൽ നിരഞ്ജൻ്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും അവൻ്റെ നോട്ടവും എല്ലാം ഇതളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിക്കുകയും അവളെ ചേർത്ത് പിടിക്കുകയും എല്ലാം അവൻ ചെയ്തു. രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് കൊണ്ട് അതുവരെ ഇങ്ങനെ നടക്കണ്ട എന്നും നാളെ മുതൽ ട്യൂഷൻ സെൻ്ററിൽ വരണമെന്നും നിരഞ്ജൻ പറഞ്ഞതും ഫോർ ദ പീപ്പിളിൻ്റെ അത്രയും നേരത്തെ സന്തോഷം അവിടെ അവസാനിച്ചു. ഇതാ പറയുന്നത്, പഠിക്കെ കൊണ്ടുവന്ന് കാലം മുടക്കുക എന്ന്. നമ്മുടെ ഇത്രയും നേരത്തെ സന്തോഷം ആ ഒറ്റ ഡയലോഗിൽ ഇല്ലാതായത്, ശ്രദ്ധ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ ഇതളിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം നിരഞ്ജൻ, അവൻ്റെ ആ പ്രണയം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പോകാൻ നേരത്ത് അവൾ തിരിഞ്ഞ് അവനോട് യാത്ര പറഞ്ഞു. അവൻ ആരും കാണാതെ കൈകൊണ്ട് ഫോൺ എന്ന് കാണിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചുകൊണ്ട് നടന്നു. അവൾ പോകുന്നത് നോക്കി നിരഞ്ജൻ അങ്ങനെ തന്നെ നിന്നു. റൂമിലെത്തിയതും അവൾ വേഗം ബെഡിലേക്ക് കയറി കിടന്നു. അവളുടെ മനസ്സിൽ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നും ഓടി വന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിരഞ്ജനാണ്. അവൾ വേഗം ചെന്ന് ഡോറടിച്ച് ഫോൺ എടുത്തു. എവിടെയാടി പെണ്ണേ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് നോക്കി. വേഗം ഫോണുമായി ബാൽക്കണിയിൽ ചെന്ന് നിന്നു. അപ്പോൾ കണ്ടു അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ അവൻ നിൽക്കുന്നത്.
സന്തോഷമായോ എൻ്റെ പെണ്ണിന്? അവൻ ചോദിച്ചു. അവൻ എൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു മഞ്ഞ് വീഴുന്നത് പോലെ തോന്നുന്നു. അടിവയറ്റിൽ നിന്നെല്ലാം ഒരു ബട്ടർഫ്ലൈ പറന്ന് പൊങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമായി. ഇന്ന് ഇത്രയും ദിവസം എൻ്റെ പെണ്ണ് ഒരുപാട് വേദനിച്ചില്ലേ? അതിൻ്റെ ഇരട്ടി സന്തോഷം ഞാൻ തന്നു എന്നാണ് എൻ്റെ വിശ്വാസം, അവൻ പറഞ്ഞു. എന്നും ഇനി ഈ സന്തോഷം നിൻ്റെ കൂടെയുണ്ടാകും, അവൻ പറഞ്ഞു. പിന്നെയും അവർ രണ്ടുപേരും കുറച്ചു നേരം കൂടി സംസാരിച്ചു. അതെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അവളും വേഗം തന്നെ ചെന്ന് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി വന്നു. ബെഡിൽ കിടന്നതും അവൻ്റെ വീഡിയോ കോളാണ് വന്നത്. ബെഡിൽ അവൾ ഫോൺ ഓൺ ചെയ്തു വെച്ചു. ടേബിൾ ലാമ്പ് ഓണാക്കി. അതിൻ്റെ വെട്ടത്തിൽ നിരഞ്ജൻ ബെഡിൽ കിടക്കുന്നത് അവൾ കണ്ടു. രണ്ടുപേരും പരസ്പരം കണ്ണുകൾ കോർത്തു. ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴോ ആ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ അവൾക്ക് ഒരു പുതിയ ഉണർവായിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കി. ഇന്നലെ എപ്പോഴോ കോൾ കട്ടായിട്ടുണ്ട്. അവൾ ഫോണെടുത്ത് നിരഞ്ജൻ്റെ വാട്സപ്പിലേക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. 2-3 മിനിറ്റിനുള്ളിൽ തിരിച്ച് അവൾക്ക് റിപ്ലൈയും കിട്ടി. പുറത്തെ ബാൽക്കണിയിലേക്ക് വാ. അവൻ്റെ അടുത്ത മെസ്സേജ് കണ്ടതും അവൾ ഫോൺ അവിടെ വെച്ചുകൊണ്ട് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ചെന്നു. അവിടെ നിന്നപ്പോൾ കണ്ടു നിരഞ്ജൻ്റെ റൂമിൻ്റെ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന നിരഞ്ജനെ. അവൾ അവിടെ നിന്ന് കൈപൊക്കി കാണിച്ചു. അവനും തിരിച്ചു കാണിച്ചു. താഴെ നിന്നും അമ്മയുടെ വിളി കേട്ടതും അവൾ വേഗം റൂമിലേക്ക് ഓടി. വേഗം ഫ്രഷായി താഴേക്ക് ചെന്നു. പനിയുടെ ക്ഷീണമെല്ലാം മാറിയോ? അവളെ കണ്ടതും അമ്മ ചോദിച്ചു. മാറിയമ്മ, അവൾ പറഞ്ഞു. എന്നാ ഇന്ന് നമുക്ക് മുത്തശ്ശിയെ കാണാൻ പോകണം. അതുകൊണ്ട് വേഗം പോയി റെഡിയായിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അമ്മ പറഞ്ഞതും അവളുടെ മുഖം മാറി. കാരണം അമ്മ വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അമ്മേ, നമ്മൾ പോയിട്ട് ഇനി എപ്പോഴാണ് വരിക? നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ വരാം, അമ്മ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വീണ്ടും വിഷമമായി. ഞങ്ങൾ വരണോ? അവൾ ചോദിച്ചു. പിന്നെ വരണം, വെക്കേഷൻ സമയത്ത് ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഇന്ന് പോവുകയാണെങ്കിൽ ചോറ്റാനിക്കരെ ഒന്ന് കയറാമല്ലോ. വീടിനടുത്തായത് കൊണ്ട് തന്നെ പണ്ടൊക്കെ മിക്കപ്പോഴും പോവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പോക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. നാളെ രാവിലെ തന്നെ ചെന്ന് തൊഴയും ചെയ്യാം. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ടും അമ്പലത്തിലൊന്ന് കയറി തൊഴാലോ. അതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. വേഗം റെഡിയായേ. അച്ഛനും തരുണും എല്ലാം വേഗം റെഡിയായിട്ട് വരും. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കാം. അത് കഴിച്ചിട്ട് വേണം എനിക്ക് റെഡിയാവാൻ, അമ്മ പറഞ്ഞു. അമ്മേ, എത്ര ജോഡി ഡ്രസ്സ് എടുത്തു വയ്ക്കണം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് തപസ്യ വന്നു. അവൾ ഒരുപാട് സന്തോഷത്തിലാണ്. അമ്മ വീട്ടിൽ എല്ലാവരും ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കൂടാറ്. കാരണം അമ്മയുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കുമെല്ലാം ഓണം അവരുടെ വീട്ടിലും അവരുടെ ബന്ധുക്കളും എല്ലാം വരുന്നത് കൊണ്ട് എല്ലാ കൊല്ലവും അവർ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം കൂടാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അത് നിരഞ്ജൻ്റെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ പൊന്നു മറന്നിരിക്കുകയായിരുന്നു. പൊന്നു, ധാവണി എടുത്തു വയ്ക്കണേ, അമ്പലത്തിൽ പോകാനുള്ളതാണ്, അമ്മ പോകുന്നതിന് മുമ്പ് അവളെ ഓർമ്മിപ്പിച്ചു. അവൾ ഒരു ചെറിയ വിഷമത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ കണ്ടു പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ. അവൾ വേഗം മുറ്റമടിക്കാൻ ചൂലുമെടുത്തുകൊണ്ട് മുറ്റമെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവൾ എന്നത്തെയും പോലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇവിടെ ഇരിക്കുകയാണോ? വേഗം പോയി റെഡിയാക്കിയേ, തറവാട്ടി പോണ്ടേ? അച്ഛൻ ചോദിച്ചു. എന്തു പറ്റി? അല്ലെങ്കിൽ മുത്തശ്ശിയെ കാണാൻ പോകുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുള്ളതാണല്ലോ, ഇന്നെന്താ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത്? അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല. എന്തു പറ്റിയടാ? പനിയുടെ ക്ഷീണം മാറിയില്ലേ മോൾക്ക്? അച്ഛൻ ചോദിച്ചു. മാറി. ഓ, നിന്റെ കൂട്ടുകാരെ കാണാത്തത് കൊണ്ടാണോ? അവരും ഇവിടെ ഉണ്ടാവില്ല, അവരും അവരുടെ ബന്ധുവീട്ടിൽ പോവാണെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് വരാം. നാളെ വൈകിട്ടല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നമ്മളിങ്ങോട്ട് വരില്ലേ? അമ്മയ്ക്ക് ഇതൊക്കെയല്ലേടാ സന്തോഷം. വിവാഹമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് മോള് ഇതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ മനസ്സിലാകും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അമ്മയുടെ ഈ സന്തോഷം അത് എത്ര വലുതാണെന്ന്. ഇപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ട് വേഗം പോയി റെഡിയായിട്ട് വാ, അച്ഛൻ പറഞ്ഞു. അവൾ അച്ഛനെ നോക്കിയിരിക്കുമ്പോഴാണ്
ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ തരുണും എറിക്കും നിരഞ്ജനും. രാവിലെ ഫുട്ബോൾ കളി കഴിഞ്ഞ് ഉള്ള വരവാണ്. എന്നും രാവിലെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകും. ജോഗിങ് കഴിഞ്ഞ് നേരെ ഫുട്ബോൾ കളിക്കാനാണ് എന്നും പോകാറ്. അത് കഴിഞ്ഞുള്ള വരവാണ്. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ് പൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും വന്നത്. അവരുടെ അടുത്തേക്ക് വരുമ്പോൾ നിരഞ്ജൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നോക്കി. അവളുടെ മുഖത്തെ സങ്കടം മനസ്സിലായതുപോലെ അവൻ അവളെ തന്നെ നോക്കി. ഇവളെന്താ പോകാൻ റെഡിയാവുന്നില്ലേ? തരുൺ ചോദിച്ചു. എന്നാ ഞാൻ പോവാണേ. വീട്ടിലും എല്ലാവരും പോകാൻ റെഡിയാവുന്നുണ്ടാവും. ഇനിയും കണ്ടില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എറിക്കി പോയി. എന്നാ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിരഞ്ജൻ പൊന്നുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പോയി. നീ പോയി റെഡിയായിട്ട് വാ മോളെ, അച്ഛൻ പറഞ്ഞതും അവൾ മുകളിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ കണ്ടു ബെഡിൽ കിടന്ന് ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തപ്പോൾ നിരഞ്ജനായിരുന്നു. എന്താടി പെണ്ണെ, മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? അത് ഞാൻ ഇന്ന് പോയാൽ ചിലപ്പോൾ നാളെ വൈകിട്ടല്ലെങ്കിൽ രാവിലെ അല്ലേ വരൂ. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അവൾ ചോദിച്ചു. അത് കേട്ടതും നിരഞ്ജൻ ചിരിച്ചു. അതിനായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. അതിനാണോ പെണ്ണെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ വന്നോളാം നിന്നെ കാണാൻ അങ്ങോട്ട്, അവൻ പറഞ്ഞു. എങ്ങോട്ട്? അവൾ ചോദിച്ചു. നീ എവിടെയാണോ അവിടേക്ക്, അവൻ പറഞ്ഞു. ഒന്ന് പോ നീരവേട്ട. എന്താ എന്താ നീ വിളിച്ചേ? അത് പിന്നെ നീ ഇങ്ങനെയാ എന്നെ ചെറുപ്പത്തിലെ വിളിക്കാറ് അല്ലേ? ഞാൻ വിചാരിച്ചു നീ ഇപ്പോൾ വിളിക്കാതെ ആയപ്പോൾ ഈ പേര് മറന്നുവെന്ന്, അവൻ പറഞ്ഞു. എനിക്കിഷ്ടം അങ്ങനെ വിളിക്കാനാ. പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എന്നെ ദേഷ്യത്തോടെ നോക്കാറല്ലേ പതിവ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത് ആ വിളി. പക്ഷേ ഇപ്പോൾ അങ്ങനെ വിളിക്കാനാ തോന്നുന്നേ, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിളിച്ചോ. നീ മാത്രം അങ്ങനെ വിളിക്കാറ്. നീ വിളിക്കുന്നത് കേട്ട് നിന്റെ ഗ്യാങ് ഒരു ദിവസം വിളിച്ചു. അന്ന് ഞാൻ നല്ല ചീത്ത പറഞ്ഞു. അതോടുകൂടി അവർ പിന്നെ അക്കാര്യത്തിന് മുതിർന്നിട്ടില്ല, നിരഞ്ജൻ പറഞ്ഞു. അപ്പോഴും അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും എന്ത് പറ്റിയടാ, എന്താ പറ്റിയേ? എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, അവൾ പറഞ്ഞു. ആരെ? അവൻ ഒരു കുസൃതിയോടെ ചോദിച്ചു. ഏട്ടനെ. അതിന് തരുൺ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ അവനെ കാണാതിരിക്കുന്നത്? നിരഞ്ജൻ വീണ്ടും പറഞ്ഞു. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവന് മനസ്സിലായിരുന്നു. പക്ഷേ അവളുടെ നാവിൽ നിന്നും ആ പേര് വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്. ഏട്ടനെ അല്ല. പിന്നെ? നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഏട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന്? എനിക്ക് നീരവേട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ ആ പേര് വിളിച്ചാൽ മതി. ഞാൻ നിൻ്റെ വായിൽ നിന്നും മാത്രമേ എന്നെ നീരവ് എന്ന് വിളിച്ച് കേട്ടിട്ടുള്ളൂ. എനിക്കിഷ്ടമാണ് നിൻ്റെ ആ വിളി. ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് നിൻ്റെ ആ വിളി, അവൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാ ഈ 2 ദിവസം എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സ് തുറന്നിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. ഇതിനു മുമ്പും ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം വന്നിട്ടുണ്ട്. അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലും ഒക്കെ നീ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയും വിഷമം ഉണ്ടായില്ലേ, അവൻ ചോദിച്ചു. ഉണ്ടായില്ലേന്നോ? എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നീരവേട്ടനും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അന്നും എനിക്കിഷ്ടമായിരുന്നു, അവൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. എന്തെങ്കിലും ഒരു വഴി പറ. ഞാൻ എങ്ങനെയാ കാണാതിരിക്കുക? എൻ്റെ മോള് വേഗം നല്ല സുന്ദരിയായിട്ട് റെഡിയായിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, അവൻ പറഞ്ഞു. അവൾ ഫോൺ വെച്ച് വേഗം ഡ്രസ്സ് മാറാനായി പോയി. നല്ലൊരു ചുരിദാറാണ് അവൾ ഇട്ടത്. തറവാട്ടിലേക്ക് പോകുമ്പോൾ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ലെമൺ യെല്ലോ ഒരു സെൽവാറാണ് അവൾ ധരിച്ചത്. അവൾ ഒരുങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഡ്രസ്സൊന്നും എടുത്തില്ലേ, അമ്മ ചോദിച്ചു. എടുത്തു. എവിടെ? അവളുടെ പുറകിലുള്ള ബാഗ് അവൾ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾ അത് കണ്ടത്. ഇതുണ്ടായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഡോറയുടെ ബാഗ് എവിടെയാണെന്ന്. ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ട് തരുൺ അങ്ങോട്ട് വന്നു പറഞ്ഞു. എന്നാ പോവല്ലേ രേവതി? എല്ലാം വാതിലടച്ചില്ലേ, അച്ഛൻ ചോദിച്ചു. ആ, ഞാൻ എല്ലാം അടച്ചിട്ടുണ്ട്. എന്നാ നീ കാറെടുക്ക്, അച്ഛൻ പറഞ്ഞു. ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് തരുൺ കാറെടുക്കാനായി പോയി. പൊന്നു പുറത്തേക്കിറങ്ങി. അവൾ നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് നിരഞ്ജൻ്റെ അമ്മയും നിരഞ്ജനും അങ്ങോട്ട് വരുന്നത് കണ്ടു. ഇറങ്ങാറായോ, നിരഞ്ജൻ്റെ അമ്മ ചോദിച്ചു. ആ, ഇറങ്ങുകയാണ്.
നാളെ എല്ലാവരും കൂടിയാണോ അങ്ങോട്ട് വരുന്നത്? അമ്മ ചോദിച്ചത് കേട്ടതും പൊന്നു നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഞങ്ങളാരും വരുന്നില്ല. മോൾക്ക് ഇനി അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഇവൻ വരും. അവൾക്ക് വേണ്ടി കുറേ വഴിപാടുകൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിക്കണം. നിങ്ങളുള്ള കാരണം ഇവൻ വരാമെന്ന് പറഞ്ഞത്. അവനോട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞാൽ പോവില്ല. പിന്നെ ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് നന്ദമോളെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നേ? എപ്പോഴാ എന്താ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, നിരഞ്ജൻ്റെ അമ്മ പറഞ്ഞു. എടാ, നീ ഇന്ന് വാ ഞങ്ങളുടെ ഒപ്പം. നമുക്ക് 2 ദിവസം തറവാട്ടിൽ നിൽക്കാമല്ലോ. തരുൺ പറഞ്ഞത് കേട്ടതും പൊന്നുവിൻ്റെ മുഖം വിടർന്നു. വേണ്ടടാ, ഞാൻ നാളെ രാവിലെ എത്തിക്കൊള്ളാം. ഇവിടെ നിന്ന് അങ്ങനെ എപ്പോഴും മാറി നിൽക്കാൻ പറ്റില്ല. കാര്യം അളിയൻ ഇവിടെയുണ്ടെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, നിരഞ്ജൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ പൊന്നുവിന് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും നാളെ അവൻ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും തോന്നി. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചോറ്റാനിക്കരമ്മ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പോയി തൊഴാവുന്നതാണല്ലോ. ഇവിടെ നിന്ന് വരുമ്പോഴാ ഇത്രയും ദൂരം. അപ്പോൾ ഇവൻ രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞാൽ വെളുപ്പിന് വരേണ്ടി വരില്ലേ? അത് കുഴപ്പമില്ലടാ, ഞാൻ എത്തിക്കൊള്ളാം. നിങ്ങൾ പോയിട്ട് വാ, നാളെ രാവിലെ കാണാം, നിരഞ്ജൻ പറഞ്ഞു. എന്നെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കാറിൽ കയറാൻ പോയതും അപ്പോഴും നിരഞ്ജൻ്റെ മുഖത്തേക്ക് പൊന്നു നോക്കി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ 2 കണ്ണും ചിമ്മിക്കാണിച്ചു. അത് കണ്ട് അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. അവിടെ നിന്നും അവരുടെ കാർ പോയതും നിരഞ്ജനും അമ്മയും ഗേറ്റ് അടച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ഉച്ചയോടുകൂടി അമ്മ വീട്ടിലെത്തി. അമ്മ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നുള്ള പാട്ട് തറവാട്ടിലേക്ക് കേൾക്കാം. അത്രയും അടുത്താണ് അമ്മ വീട്. എല്ലാവരും ഒരുമിച്ച് അവരെ കണ്ടതും ഇറങ്ങി വന്നു. കുറേ നാളായാലും കണ്ടിട്ട് എന്ന് പറഞ്ഞ് അമ്മായിമാർ വന്ന് പൊന്നുവിനെയും അനിയത്തിയും ചേർത്ത് പിടിച്ചു. അതെങ്ങനെയാ? ഞങ്ങൾ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും കുറേ നാളായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചു. അത് ശരിയാ, പക്ഷേ ഒരുപാട് നാളായ പോലെ. കുട്ടികൾ പെട്ടെന്ന് വലുതായത് കൊണ്ടാ, അമ്മായി പറഞ്ഞു. അമ്മേൻ്റെ എന്ന് ചോദിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ അമ്മ അകത്തേക്ക് കയറി. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയതാ. ആ ദാ വരുന്നു. അപ്പോഴാണ് ചിറ്റയുടെ കൂടെ വരുന്ന മുത്തശ്ശിയെ കണ്ടത്. രേവതി വേഗം ചെന്ന് കെട്ടിപ്പിടിച്ചു. നിനക്ക് കാണുമ്പോൾ ഉള്ള സ്നേഹമേ ഉള്ളൂ എന്നോട്. ഇടയ്ക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? മുത്തശ്ശി പരിഭവം പറഞ്ഞു. അമ്മേ, സ്കൂളിൽ തിരക്കല്ലേ, ഇങ്ങനെ വെക്കേഷൻ വരുമ്പോഴല്ലേ വരാൻ പറ്റൂ. അപ്പോഴേക്കും അച്ഛനും മക്കളും ക്ലബ്ബ് അങ്ങനെ കുറേ പരിപാടികൾ പറഞ്ഞു പോകും, പൊന്നുവിൻ്റെ അമ്മ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, പൊന്നു വിളിച്ചതും ഓ ഇപ്പോഴെങ്കിലും മുത്തശ്ശിയെ ഓർത്തല്ലോ. ഇടയ്ക്കെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പാടില്ലേ? മുത്തശ്ശി പൊന്നുവിനോട് ചോദിച്ചു. കുട്ടികളെ കണ്ടിട്ട് കുറേ നാളായി, വലുതായി പോയല്ലോ, കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഇത് തന്നെ അമ്മേ ഞാനും പറഞ്ഞത്. എന്ത് പെട്ടെന്ന് വലുതായല്ലേ. പെൺകുട്ടികളുടെ വളർച്ച കണ്ണടച്ച് തുറക്കും പോലെയാണെന്ന് പറയുന്നത്. മുത്തശ്ശി അടുത്ത് തന്നെ പൊന്നു വന്ന് ഇരുന്നു. തപസ്സിയും ഇരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാവരും സംസാരമായിരുന്നു. തരുണും അവരുടെ ഒപ്പം തന്നെ കൂടി. ഭക്ഷണം കഴിച്ചാലോ? പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിട്ടു എല്ലാവരെയും. അവിടെ വരുമ്പോൾ എപ്പോഴും പൊന്നു മുത്തശ്ശിയുടെ ഒപ്പമാണ് കിടക്കാറ്. പൊന്നു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി. ഇനി നോക്കണ്ട അവളെ, പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു. കൂടുതൽ സമയം അവൾ ഇരിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തിരക്കുകളല്ലേ? ഇനി എൻ്റെ മോള് നാട്ടിലെ വിശേഷങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണ് എൻ്റെ മോൾ ഉറങ്ങുന്നത്. അമ്മയും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ കുറ്റങ്ങളും എന്തിന് മരുമക്കളായ ഞങ്ങളുടെ കുറ്റം വരെ കൊച്ചുമകളോട് പറഞ്ഞിട്ടാണല്ലോ അമ്മയും കിടക്കുന്നത്. അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇവർ വന്നില്ലേ? നിങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞു. എല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരവരുടെ റൂമുകളിലേക്ക് പോയി. പൊന്നു റൂമിൽ ചെന്നതും ഒരു പട്ടുപാവാട എടുത്തിട്ടു. അവിടെ അങ്ങനെ നടക്കുന്നതാണ് മുത്തശ്ശിക്ക് ഇഷ്ടമെന്ന് അവൾക്കറിയാം. അവൾ ഡ്രസ്സ് മാറുമ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്ന് ബെഡിലിരുന്നതും പൊന്നു വേഗം ചെന്ന് കതകടച്ചു. എന്താ എൻ്റെ മോൾക്ക് മുത്തശ്ശിയോട് പറയാനുള്ളത്? അവർ ചോദിച്ചു. നിരഞ്ജനോട് പറഞ്ഞോ നീ നിൻ്റെ ഇഷ്ടം? മുത്തശ്ശി ചോദിച്ചു. അത് കേട്ടതും പൊന്നു ചിരിച്ചുകൊണ്ട് വേഗം മുത്തശ്ശിയുടെ മടിയിൽ കിടന്നു. പറഞ്ഞു മുത്തശ്ശി. എന്നിട്ട് എന്താ കുട്ടി പറഞ്ഞേ? എന്ത് പറയാൻ? ആദ്യം എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. പിന്നീട് പൊന്നു ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി ചിരിച്ചു. എൻ്റെ കുട്ടിയുടെ ഇഷ്ടം അവൻ സ്വീകരിച്ചു അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല മിടുക്കണ അവൻ.
എന്തായാലും അവൻ്റെ അഭിപ്രായം അവൻ തുറന്നു പറഞ്ഞല്ലോ, അത് നന്നായി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ലൈക്കൊക്കെ കുറഞ്ഞു വരികയാണ്. ഒട്ടും മടിക്കാതെ ലൈക്കെല്ലാം പോന്നോട്ടെ, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ.